അസ്സലാമലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റമദാൻ 7 കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറ തറവാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനും പൊന്നും കൂടിയിട്ട് തറവാട്ടിലേക്ക് പോവുകയാണ്, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക്. ഇവിടുത്തെ ഇക്കാൻ്റെ ഉമ്മ ഇപ്പി ഉണ്ടല്ലോ, അവർ തറവാട്ടിലാണ്. അപ്പോൾ ഞാനും പൊന്നും കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. മോള് ഫാത്തിമ അവിടെ ഉണ്ട് കേട്ടോ, ഉമ്മാൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാനും ഇവളും കൂടിയിട്ട് പോകുന്ന വിശേഷങ്ങളും തറവാട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളും നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വിശേഷങ്ങളും എല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഞാനും പൊന്നും കൂടിയിട്ട് ഇവിടുന്ന് നടന്നിട്ടാണ് പോണത്. ഓട്ടോയിൽ പോവാം, പക്ഷേ ഞങ്ങളിപ്പോൾ നടന്നിട്ടാണ് പോണത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, കോഴി വാങ്ങണം, ഫ്രൂട്ട്സ് വാങ്ങണം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇന്ന് ശനിയാഴ്ച ആയ കാരണമാണ് കേട്ടോ. ഞാൻ ക്ലാസ്സിന് പോണതല്ലേ, അപ്പോൾ ശനി ഞായറല്ലേ ഇപ്പോൾ വീട്ടിലുണ്ടാവുക. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ നോമ്പറക്കാന്ന് വിചാരിച്ച്. പൊന്നു ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവളിവിടെ ഇതാ എന്തായിട്ട് കളിക്കണ്, എന്തൊക്കെയായിട്ട് കളിക്കുക. ഞങ്ങളുടെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇനി ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബാഗിൽ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ബൈ. അപ്പോൾ ഞാൻ വട്ടുള്ളിലേക്ക് പോണതിൻ്റെ മുന്നേ തുടക്കലും വൃത്തിയാക്കലും തിരുമ്പലും ചെടിക്ക് വെള്ളം ഒഴിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടാളും കുളിച്ച് ഫ്രഷായിട്ടാണ് പോണത് കേട്ടോ. അവിടെ പോയാലും ഇൻഷാള്ള പണികളുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് എല്ലാം ക്ലീനാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ സമാധാനമല്ലേ, അല്ലെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഉമ്മാക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യണ്ട, ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങാന്നുള്ളത്. ഞാനും പൊന്നും കൂടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പൊന്നോ അങ്ങനെ ക്വാർട്ടേഴ്സിൽ നിന്നാണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഹൈവേ റോഡാണ് കേട്ടോ. ഹൈവേ റോഡിൽ നിന്ന് കുറച്ച് നടന്ന് പോയി കഴിഞ്ഞാലാണ് കോഴിക്കട. അവിടെ നിന്ന് കോഴി വാങ്ങണം. അതിൻ്റെ ഇടയിൽ ഉമ്മ വിളിച്ചിട്ടോ, നിങ്ങളെന്താ വരാത്ത? ഉമ്മയും ഫാത്തിമയും കൂടി വിളിച്ചു. ഉമ്മച്ചി വന്നില്ലേ, പോകുന്നില്ലേ, ഇറങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അതാ ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ അവിടെ കോഴിക്കടയുടെ മുമ്പിൽ ഒരാളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ അറിയാത്ത പോലെ ഇങ്ങനെ പിടിച്ചിട്ടാണ് വരുന്നത്, അത് കാരണമാണ് ഇങ്ങനെ ഇളകണത്. കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. റോട്ടിൽ നിന്ന് ക്യാമറ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ച് വരുമ്പോൾ ഒരു ഇടങ്ങറ്. അങ്ങനെ കോഴിക്കടയുടെ മുമ്പിലേക്ക് എത്തിയിട്ടാണ്. കോഴിക്കടയിൽ വന്ന് നോക്കുമ്പോൾ അതാ ഉപ്പിയതാ അവിടെ. ഉപ്പ കോഴി മേടിക്കാൻ വേണ്ടി വന്നിരിക്കണേ. ഈ എന്താ ഇവിടെ ചേച്ചിനോട്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോഴി മേടിക്കാൻ വേണ്ടി വന്നതാണ്. എന്തിന്? അല്ല ഞാൻ അങ്ങോട്ട് വരില്ലേ നോമ്പറക്കാൻ, അപ്പോൾ കോഴി മേടിക്കാൻ വെച്ചിട്ടാണ്. എന്തിനാ അപ്പോൾ അതൊക്കെ മേടിക്കണത്? ഞാനല്ലേ മേടിക്കാൻ വന്നിരിക്കണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉപ്പി ഒരു കോഴി ഇപ്പം ഞാനും കൂടിയിട്ടപ്പോൾ കോഴി മേടിച്ച്. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, എല്ലാവരും ഉള്ളതല്ലേ, അത് നമുക്കങ്ങോട്ട് പൊരിക്കലും കൂട്ടാൻ വെക്കലും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട് നോമ്പറക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഇപ്പം ഏട്ടന്മാരോട് വന്നിട്ട് അവരോട് നോമ്പറക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ നമുക്കതുകൊണ്ട് രണ്ടും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യപ്പോൾ പറഞ്ഞു. പിന്നെ ഞാൻ നടന്ന് വരികയാണ് കേട്ടോ. പൊന്നൂനെ ഞാൻ അവിടുന്ന് ഉപ്പാനെ ഉണ്ടാക്കുമ്പോൾ ഉപ്പാൻ്റെ കൂടെ വണ്ടിയുമ്പോൾ പറഞ്ഞയച്ചു. എന്താ അവൾ അവിടുന്ന് വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഉമ്മച്ചിയെ എന്ത് വെയിലും, ഉമ്മച്ചിയെ നോമ്പ് നോറ്റ് നടക്കാൻ വയ്യ ഉമ്മച്ചിയെ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഉപ്പാനെ അവിടുന്ന് കിട്ടിയത് നന്നായി. അവളെ ഉപ്പാൻ്റെ കൂടെ പറഞ്ഞയച്ചു. എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് വീണ്ടും നടന്നിങ്ങനെ വരികയാണ് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ നടക്കാണ്ട്. അങ്ങനെ അവിടെ വരുന്ന വഴി തന്നെ ഏട്ടന്മാർ രണ്ടാളുടെയും വീട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വണ്ടി നിർത്തുക. അവിടെ വണ്ടി നിർത്തിയിട്ട് പൊന്നൂനെ ഇപ്പോൾ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊന്നൂനെ വിളിച്ചിട്ട് അവിടുന്ന് വരികയാണ്. അപ്പോൾ അവിടെ മൂത്തേട്ടൻ്റെ വീട്ടിൽ ഈ കബോർഡിൻ്റെ ഇതിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്താതെ പറഞ്ഞു ഇതൊക്കെ കഴിയട്ടെ, പണിക്കാരൊക്കെ പോട്ടെ, എന്നിട്ട് ഞാൻ വരാൻ പറഞ്ഞു. ഇക്കാനോടും പറഞ്ഞു നോക്കുമ്പോൾ അവരാണ് ഇന്ന് പെട്ടെന്നല്ലേ ഇപ്പോൾ ചെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു എന്താണ് അവിടെ ഇത്താൻ്റെ വീട്ടിലേക്ക് ഒന്ന് നോമ്പറക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ വട്ടലി സെൻറ്ററിൽ കൂടെ ഒക്കെ നടന്ന് വന്ന് വീട്ടിലെത്തിയിട്ടോ. അതാ തറവാട് ഇതാണ്. അങ്ങനെ തറവാട്ടിലെത്തിയിട്ടോ. സെൻറ്ററിലായിട്ട് തന്നെയാണ് കേട്ടോ തറവാട്. ഉപ്പാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പ നോമ്പായി കഴിഞ്ഞാൽ എവിടെയും പോവില്ല. അപ്പോൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ നോമ്പ് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഒഴിവുള്ള ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇപ്പാൻ്റേതായ കുറച്ച് ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം എവിടേക്കും പോവില്ല. ഉപ്പാക്ക് ഇവിടുന്ന് തന്നെ നോമ്പ് ഇറന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ തറവാട്ടിലേക്ക്. അപ്പോൾ അവരെ കൂടെ ഇരുന്നിട്ട് നോമ്പറക്കുമ്പോൾ അവർക്കും നമുക്കും അതൊരു സന്തോഷമാവുമല്ലോ. അങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ മനസ്സിന് വല്ലാതെ കുളിരേകുന്നൊരു കാര്യമാണല്ലേ. ഇതാണ് കേട്ടോ തറവാട്. കുറേ വർഷം മുന്നുള്ള വീടാണ്. മാഷാ അല്ലാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2-3-4 കൊല്ലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ വാടകയ്ക്ക് മാറിയത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഉമ്മ കേട്ടോ. പാവാണ് ആള്. പിന്നെ എന്താ പറയുക, നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളൊക്കെ നോക്കും. നമ്മളൊക്കെ നല്ല സ്നേഹമാണ്. അങ്ങനെ ഇവിടെ എത്തി എല്ലാവരോടും സംസാരിച്ചു. പിന്നെ വഹുറിസ്കാരൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തുടങ്ങാം. കാരണം നേരത്തെ പണികൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് കിടന്നിട്ട് പെടയണ്ടല്ലോ.
അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് പണികളൊക്കെ ആയിട്ട് പതുക്കെ അമ്മാനോട് വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ പണികൾ ചെയ്യാമല്ലോ. ആ സമയത്ത് പിന്നെ പടയുമ്പോൾ നമുക്ക് നോമ്പായിട്ട് ക്ഷീണമാവുകയും ചെയ്യും. ഇതാകുമ്പോൾ സംസാരിച്ച് റിലാക്സായിട്ട് ജോലികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ കോഴി മസാല വറുക്കാൻ വെക്കുന്ന സമയത്ത് ചിക്കൻ മസാലപ്പൊടിയും കറി മസാലപ്പൊടിയും ഉണ്ടായിരുന്നില്ല കേട്ടോ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോവാണ് കേട്ടോ. സെൻറ്ററിൽ നിന്നാണ് കേട്ടോ വീട്, വട്ടിൽ സെൻറ്ററിലാണ് വീട് തറവാട്. അപ്പോൾ ഞാൻ കോഴിയൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, രണ്ടാമത്തെ ഇക്കായും. അപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് നോമ്പറക്കാൻ പോവുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഇത്തായും മോളും. അവരുടെ വീട് പെരിന്തൽമണ്ണ കട്ടുപ്പാറയാണ്. അവർ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കയ്യിൻ്റെ മുകളിൽ കോഴിയായിരുന്നു, അതാ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഉമ്മാനോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഓരോ പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോഴിക്കറി വെക്കണം, കോഴി പൊരിക്കണം, പുട്ടുണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം, പിന്നെ എണ്ണക്കടികളൊക്കെ കുറച്ച് വാങ്ങണം കേട്ടോ. എല്ലാം കൂടി നടക്കില്ല. പിന്നെ കുറച്ച് പൊറോട്ട ഉപ്പ വാങ്ങാമെന്ന് പറഞ്ഞു. ചിക്കൻ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പൊരിക്കുമ്പോഴത്തേനും അത് റെഡി ആവുമല്ലോ. പിന്നെ ഉപ്പ എന്താണെന്നറിയോ, എവിടേക്കും നോമ്പറക്കാൻ വരാത്ത 3 മക്കളുണ്ട്. പക്ഷേ 3 വീട്ടിലേക്കും അങ്ങനെ നോമ്പറക്കാൻ വരില്ല. ഇനി അഥവാ നോമ്പറക്കാൻ വന്നു കഴിഞ്ഞാലും നോമ്പറക്കണ നേരത്ത് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ്, വെള്ളം കലക്കിയത്, എണ്ണക്കടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കഴിച്ചിട്ട് ഉപ്പ പോവും, നിസ്കരിക്കാൻ പോവും. പിന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ വരില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കുറച്ച് എന്താ പറയുക ശീലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട് ഇപ്പോൾ ഈ തറവാട് സെൻറ്ററിൽ തന്നെ ആയ കാരണം ഉപ്പാക്ക് നോമ്പറന്ന് ഇപ്പോൾ അത് വെള്ളം കലക്കിയതും ചായയൊക്കെ കുടിച്ചതിന് ശേഷം, ചായയല്ല വെള്ളം കലക്കിയതൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കരിക്കാൻ പോകും. നിസ്കാരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ പോയിട്ട് ചൂടോട് കൂടിയിട്ട് ആ ഹോട്ടലിലത്തെ ഒരു ചായ അത് കുടിക്കണം. അത് ഉപ്പാക്ക് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് ചായയും കടിയൊക്കെ കഴിക്കുള്ളൂ. പിന്നെ ചായയും കടിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഉപ്പ തറാവീസ്കരിക്കാൻ പോകും. ഈ തറാവീസ്കാരം കഴിഞ്ഞ് വന്നാൽ പിന്നെ ചോറ് അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഉപ്പാൻ്റെതായ രീതിയിലൊക്കെ ഇരുന്ന് ഒന്ന് മുറുക്കി അങ്ങനെ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ ഉപ്പാക്ക് ആ ഒരു ഇതൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയും അങ്ങനെ എന്താ പറയുക നോമ്പറക്കാൻ ഇപ്പോൾ എത്രയോ നോമ്പറപ്പിക്കലൊക്കെ ഓരോ ക്ഷണമൊക്കെ ഉണ്ടാവും. അവിടുന്ന് ഇവിടുന്നൊക്കെ ഉപ്പാക്ക് നോമ്പറപ്പിക്കലുണ്ടാവും. പിന്നെ അപ്പോൾ എവിടേക്കും നോമ്പിൻ്റെ സമയത്ത് എവിടെയും നോമ്പറക്കാൻ പോവില്ല. അപ്പോൾ ഉമ്മാക്ക് വരണമെന്നുണ്ടാവും ചെയ്യും പാവം. പിന്നെ ഉമ്മാക്കൊരു ഇടങ്ങറാവും അത്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒരു നേരം എല്ലാവരും കൂടി നോമ്പറക്കുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടപ്പോൾ ഇന്ന് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ കോഴിക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കോഴിക്കറി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഈ കോഴി പൊരിക്കുന്നതും അടുപ്പത്തേക്ക് തന്നെ വെക്കണം. ഇപ്പോൾ തൽക്കാലം ഗ്യാസിൻ്റെ മുകളിൽ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ കോഴിക്കറി ഇറക്കിയിട്ട് വേണം ഇതങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അടുപ്പ് പിന്നെ കത്തി പിടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങോട്ട് പിന്നെ എല്ലാം വെക്കാം. കത്തി പിടിക്കാനാ ഒരു പണി ഉണ്ടാവുള്ളൂ. അതൊക്കെ ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൻ്റെ മുകളിൽ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം കേട്ടോ. തീയണ്ട് കത്തലാണ് തുടങ്ങിയുണ്ടല്ലോ, പിന്നെ ഒരു പാളി കത്തലാണ്. അതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ പോലും വയ്ക്കണില്ല. അങ്ങനെ അസുറ് ബാങ്ക് കൊടുത്തിട്ടോ. അസുറസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അതിന് ശേഷം വന്നിട്ട് വെള്ളം കോരിട്ടോ. നല്ല തണുവുള്ള വെള്ളത്തിൽ വെള്ളം കലക്കി കഴിഞ്ഞാൽ നല്ല രസമല്ലേ. കിണറ്റിലത്തെ വെള്ളം കുടിക്കാൻ നല്ല രസമാണല്ലോ അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കിണറ്റിലത്തെ വെള്ളം അങ്ങനെ തണുവോട് കൂടി കുടിക്കാൻ. അപ്പോൾ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് വെള്ളം കോരാൻ വന്നതാണ് കേട്ടോ. അസറാണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വേവലാതിയാണല്ലോ. ഇങ്ങനെ ആയില്ലേ എന്നുള്ള പേടിയാണ്. ഇതുവരെ ഇങ്ങനെ സാവധാനം ചെയ്തു. അപ്പം ഞാൻ പുട്ടുണ്ടാക്കാൻ നിന്നു. ഉമ്മ അവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പുട്ടും ദോശയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇപ്പ പൊറോട്ട കൊടുത്തിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിക്കരി പുട്ടാണ്.
ഈ പെട്ടെന്നെയാണ് ഇന്നലെ താത്തമ്മ പറഞ്ഞത്. ജിയാക്ക് ഫോൺ വിളിക്കുമ്പോ പറയുന്നുണ്ടല്ലോ, അമ്മായിടത്ത് അമ്മായിടത്തൊക്കെ പറയുന്നത് നാരങ്ങ വെള്ളത്തിൽ ഇഞ്ചി ചതച്ചിടുന്നത് കണ്ടിട്ടാണ് കേട്ടോ പൊന്നൂൻ്റെ ആമർശം. ഇമ്മച്ചി എന്നെ കുടിച്ചട്ടാന്ന് പറയണത്. അങ്ങനെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് 2 താത്താരും കൂടി ഉണ്ട് കേട്ടോ, വലിയാത്തിയും കുഞ്ഞാത്തിയും. സീന ലൈല എന്ന് പറഞ്ഞ പേര് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അവരിനൊക്കെ കാണാം. അവരിനി മൂത്ത ഏട്ടൻ്റെ വീട്ടിൽ നോമ്പറപ്പിക്കലുണ്ട്, അതിന് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 5:30ക്കൊക്കെ ശേഷം ഇത്താദിയും കുട്ടികളൊക്കെ വന്നിട്ടാ മുത്തുക്ക എത്താനും കുട്ടികളെയും കൂടെ കൊടുന്നാക്കി തന്ന്. അപ്പോൾ ഇത്താതെ പറഞ്ഞ് ഇമ്മാട് ഇങ്ങനെ ദോശ ഞാൻ ചൂടാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പത്തിന് മാഷാ അല്ലാഹ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും ഞങ്ങൾ പിന്നെ ടേബിളിൻ്റെ മുകളിൽ റെഡിയാക്കി. ഇത്താതി ഞാനും കൂടി പിന്നെ ഫ്രൂട്ട്സൊക്കെ നുറുക്കി ഒക്കെ പാത്രത്തിലാക്കി ഞങ്ങളവിടെ ടേബിളിൻ്റെ മുകളിൽ ഒക്കെ കൊടുന്ന് വെച്ചു കേട്ടോ. ഇനി കഴിക്കണ സമയത്ത് എല്ലാം കൂടിയിട്ട് സിറ്റ് ഔട്ടിൽ പായി വിരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നിലയ്ക്ക് നിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് വട്ടളഞ്ഞിരിക്കാമല്ലോ, അതൊരു രസം വേറെയാണല്ലോ. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും കൂടി ഇന്ന് നോമ്പറന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇത്താദ്യം കൂടിയിട്ട് പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് കൊണ്ടക്കൽ കഴിഞ്ഞിട്ട് പായൊക്കെ കൊട്ടി വിരിച്ച് അവിടെ ഇനി വൃത്തിയാക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം കുളിച്ചിട്ട് മരുന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇക്ക കുറച്ച് നേരം വൈകിട്ട് വന്ന് പണി മാറ്റിയിട്ട് എത്താൻ വേണ്ടി നേരം വൈകിട്ടോ. അപ്പോൾ അവൾ നോമ്പറന്നിട്ട് വന്നിട്ട് പിന്നെ ആൾ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടോ. ഇക്കാൻ്റെ കുടി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടോ. മോൾക്ക് നാളെ എക്സാം ഉള്ളതാണ്, +2ൻ്റെ എക്സാമാണ്. അപ്പോൾ അവർ ചായ കുടി കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിച്ചിട്ട് ഇത്താതെയും കുട്ടികളും കൂടിയിട്ട് പോകാനിട്ടാ. മോളും നീനുട്ടിയും മുത്തുക്കിയും കൂടിയിട്ട് സ്കൂട്ടിമേലും പിന്നെ ഇത്താതെയും ദിലും കൂടിയിട്ട് നടന്നിട്ടും പോകാൻ കേട്ടോ. അടുത്ത് തന്നെയല്ലേ, അതേ സൈഡിൽ കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ അവിടെ എത്തും വീട്ടിലേക്ക്. പിന്നെ അതിന് ശേഷം ഞാനും ഉമ്മയും കൂട്ടിയിട്ട് ഇരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അടുത്ത യുദ്ധം തുടങ്ങാനിട്ടാ. പിന്നെ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടതിൻ്റെ ശേഷം പോയാൽ ഒരു സമാധാനമാണല്ലോ. ഉമ്മ പാവം പിന്നെ അതൊക്കെ ചെയ്യണ്ടേ. ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്, മതി അവിടെ ഇരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് സാരമില്ല, എല്ലാം കഴിഞ്ഞ് പോയാൽ പിന്നെ ഒരു സമാധാനമില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി. ഉമ്മ അവിടെ ഇരുന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടക്ക് നീച്ച് പോയിട്ട് ഉപ്പാനോട് മുമ്പാരത്തിന്ന് വർത്താനം പറയും. പിന്നെ ഇടക്ക് ഇങ്ങോട്ട് വരും, മതി പെണ്ണേ പറഞ്ഞിട്ട് വരും പാവം. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഹാളിലുള്ളതും ആ ടേബിളുമുള്ള എല്ലാം എടുത്തിട്ട് വരും, പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കൊടുന്ന് വെച്ചായോ, ഞാനെല്ലാം കഴുകി വെച്ച് തരാം. എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പോയാൽ സമാധാനം. എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് ഇനി വീണ്ടും കുളിക്കണം. അപ്പോൾ ഏതായാലും നനഞ്ഞില്ല, അപ്പം ഇനി കുളിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞ പോലെ ഫുള്ളാണ്ട് ക്ലീൻ ആക്കിയിട്ട് എല്ലായിടത്തും തുടച്ചിട്ടിട്ടാണ് പോയി കഴിഞ്ഞാൽ ഉമ്മാക്കും നാളേക്കൊരു സുഖമായി, ഇക്കും ഒരു സമാധാനമായി. അങ്ങനെ 10 മണി കഴിയാറായിട്ടോ. 10 മണി കഴിഞ്ഞു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു, ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഫാത്തിമയും പൊന്നും കൂടിയിട്ട് ആദ്യം ഇക്കാൻ്റെ കൂടെ പോയി. അവരങ്ങനെ പോകാൻ നിൽക്കുകയാണെങ്കിൽ അവർ പോട്ടെ, അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടി പണിയുണ്ട്, തുടക്കാനൊക്കെ ഉണ്ട്. അവർ കുട്ടികളെ കൊണ്ടാക്കി വരുമ്പോഴത്തേനും ബാക്കിയുള്ള പണികൾ തീർക്കുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ അവരിനായിട്ട് ഇക്ക പോയിട്ടോ. അവരിനവിടെ കൊണ്ടാക്കിയിട്ട് ഇന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇക്ക വരുമ്പോഴത്തേനും ഇനി ബാക്കി പണികൾ നോക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിഞ്ഞില്ലേ ചോദിച്ചിട്ട് വണ്ടി അവിടെ ഓണാക്കിയിട്ട് നിൽക്കും. അങ്ങനെ ഇക്ക വന്നപ്പോഴത്തേനും എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ പറഞ്ഞു അവിടെ കയറിയിരിക്കും, ഞാൻ അപ്പോൾ വരാറുന്നു. അപ്പോഴത്തേനും എൻ്റെ എല്ലാതും ഞാൻ വേഗം തീർത്തു. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി ഗ്യാസും പൂട്ടി നിലങ്ങളൊക്കെ തുടച്ച് എല്ലായിടത്തും തുടച്ചിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പർദ്ദയൊക്കെ മാറ്റിയിട്ടോ. അപ്പോൾ കുറച്ച് നേരം ഉമ്മാടും ഉപ്പാടൊക്കെ സംസാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിൻ്റെ ശേഷം ഉമ്മാനോട് ഉപ്പാടൊക്കെ സലാം പറഞ്ഞ്
രാത്രി യാത്രയില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് വേണം കുളിച്ച് നിസ്കരിച്ച് കിടക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയം കഴിയും. ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ